പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതും സംശയിക്കുന്നതും വലിയ തെറ്റാണ് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്നത് അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒന്നല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചും സത്യം അന്വേഷിച്ചും കണ്ടെത്തേണ്ട ഒന്നാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ഇപ്രകാരം പറയുന്നു, ലൂക്കോസ് സുവിശേഷം 24:39 വാക്യം, ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമാസിലേക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവൻ തന്റെ ചോദ്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച് വലിയൊരു ഭക്തനായി അഭിനയം ചെയ്ത തന്റെ കൺമുൻപിൽ സത്യം വെളിപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. യേശു തോമസിന്റെ ഈ സംശയത്തെ കണ്ട് കോപിക്കുകയോ അവനെ ശിഷ്യത്വത്തിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തില്ല. മറിച്ച് യേശു തോമസിനെ തേടി കടന്നു വന്നു. അവന്റെ മുൻപിൽ തന്റെ കൈകളും വിലാപുറവും കാണിച്ചു കൊടുത്ത് അവന്റെ സംശയം മാറ്റി വിശ്വാസം ഉറപ്പിച്ചു കൊടുത്തു. തോമസിന്റെ ആ ചോദ്യമാണ് അവനെ പിന്നീട് ഭാരതം വരെയുള്ള ദേശങ്ങളിൽ പോയി ജീവൻ കൊടുത്ത് സുവിശേഷം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം വലിയൊരു ബോധ്യത്തിലേക്ക് നയിച്ചത്. തോമസിന്റെ സംശയം വിശ്വാസത്തിന്റെ കുറവായിരുന്നില്ല, മറിച്ച് കൂടുതൽ വലിയൊരു ബോധ്യത്തിനായുള്ള ആഗ്രഹമായിരുന്നു. ദൈവം നമ്മുടെ ചോദ്യങ്ങളെ ഭയപ്പെടുന്നില്ല. കർത്താവ് തന്റെ സത്യം വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കും. എന്റെ ഉപദേശം ഇതാണ്, നിങ്ങളുടെ സംശയങ്ങളെ ഒളിച്ചു വെക്കേണ്ടതില്ല. ബൈബിൾ വായിക്കുമ്പോഴോ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് വരിക. തോമസ് ലീഗയെ പോലെ സുതാര്യമായി ദൈവത്തോട് ചോദിക്കുക. ക്രിസ്തീയ ആത്മീയത ചോദ്യങ്ങൾ ഇല്ലാതാക്കുന്ന ഒന്നല്ല, മറിച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവത്തിൽ നിന്ന് കണ്ടെത്തി വലിയ ബോധ്യങ്ങളിലേക്ക് വളരുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ ഭജനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവം നിങ്ങളുടെ സംശയങ്ങളെ മാറ്റി ആർക്കും തകർക്കാൻ കഴിയാത്ത വലിയൊരു ആത്മീയ ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന നല്ലൊരു ദിവസം ആശംസിക്കുന്നു.